ഇന്ന് പകൽക്കാലം വിശുദ്ധ സഭായോഗത്തിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ആഴ്ചകളിൽ തുടർമാനമായി നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം എന്ന വിഷയം സംബന്ധിച്ച് അതിൻ്റെ വിവിധ ഭാഗങ്ങളാണ് നാം ഒരുമിച്ച് ചിന്തിക്കുകയും നാം ഒരുമിച്ച് ഹല്ലേലൂയ ദൈവത്തിന് ധ്യാനിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഇന്ന് സ്തോത്രം നാം ഒരു ഭാഗം എടുത്ത് കർത്താവിൻ്റെ വചനം ചിന്തിക്കുവാൻ ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിന് ആധാരമായി അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 23-ഉം 24-ഉം വേദവാക്യങ്ങൾ നമുക്ക് വായിക്കാം. നസ്രയനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. സ്തോത്രം. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. സർവശക്തനായ ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും യഹോവയായ ദൈവം നമ്മെ സഹായിക്കുന്ന ദൈവകൃപയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർമാനമായി ക്രൂശിക്കപ്പെട്ട യേശു ക്രൂശിതനാകുന്ന സന്ദർഭത്തിൽ യേശു കർത്താവ് കടന്നുപോയ വ്യത്യസ്തമായ തലങ്ങളെക്കുറിച്ച് നമുക്ക് കഴിഞ്ഞ 4 ആഴ്ചകളിലായി നമുക്ക് ചിന്തിക്കുവാൻ കൃപയാൽ ഭാഗ്യം ലഭിച്ചുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം അതിന് ബാക്കി ഭാഗമായി നാം ഒരുമിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നത്, നാം വായിച്ച വാക്യം ഇപ്രകാരമാണ്. കുറിവാക്യത്തെ നമ്മൾ കണ്ടത്, നസ്രയനായ യേശുവിനെ ദൈവം തൻ്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു എന്നത്രേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കണ്ണുകളെ നമുക്കൊരു നിമിഷം അടയ്ക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥനായ പരമപിതാവേ, യേശു കർത്താവിൻ്റെ ക്രൂശീകരണ അനുഭവത്തെ ധ്യാനിക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞ ചില ദിവസങ്ങളായി വിശുദ്ധ സഭയായി ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം നൽകിക്കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. പരിശുദ്ധ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി തൻ്റെ ഏകജാതനായ പുത്രനെ കാൽവറിയിലെ കൊലമരത്തിൽ പരമയാഗമാക്കി തീർക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സ്നേഹിച്ച അങ്ങയുടെ സ്നേഹത്തിനായി സ്തോത്രം. ആ സ്നേഹത്തിൻ്റെ ആഴം അറിഞ്ഞുകൊണ്ട് ആഴത്തിൽ നിന്ന് ദൈവത്തെ ധ്യാനിക്കുവാനും നിന്നോട് ചേർന്ന് ജീവിക്കുവാനും ഞങ്ങളെ തന്നെ മുറ്റുമായി സമർപ്പിക്കുന്നു. കർത്താവേ, അമ്മ ബലഹീനായ 7 ദിവസം സമർപ്പിക്കുന്നു. നിന്റെ ജനത്തെ ഏൽപ്പിക്കുന്നു. അടിയൻ്റെ വായിലെ വാക്കുകൾ, നിന്റെ ജനത്തിൻ്റെ ഹൃദയത്തിൻ്റെ സ്തോത്രം ചിന്തകൾ ഇവയൊക്കെയും യഹോവയ്ക്ക് പ്രസാദകരമായിരിക്കട്ടെ. പരിശുദ്ധ പിതാവേ, സ്വർഗീയ ദൈവമേ, ഹല്ലേലൂയ. നീ ഉറക്കെ നിലവിളിക്കുക. നീ അറിയാത്തത് മഹത്തായും അഗോചരമായ കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കുമെന്ന് ഇരമ്യാവ് അരുളിച്ചത്. കർത്താവേ, വചനത്തിൻ്റെ വെളിപ്പാടുകളും വചന വ്യാഖ്യാനവരും ദൈവം എഴുതി നൽകണം. കർത്താവ് നിന്റെ ജനത്തോട് സംസാരിക്കണം. യേശു കർത്താവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ഒരുമിച്ച് പറഞ്ഞു വന്ന ഭാഗം, കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്ന സന്ദർഭങ്ങൾ, അത് ഗെത്സമന തോട്ടത്തിൽ കർത്താവിൻ്റെ കഷ്ട അനുഭവങ്ങൾ ആരംഭിച്ചു. അവിടെ നിന്ന് കർത്താവിനെ സ്തോത്രം 5 കോടതികളിലേക്ക് കൊണ്ടുവന്ന് അവിടെ വെച്ച് 5 ന്യായാധിപന്മാരാൽ വിസ്തരിക്കപ്പെടുന്നത് കാണുവാൻ ഇടയായിത്തീർന്നു. പിന്നീട് നാം കണ്ടത്, ആ രാത്രിയും ആ പകലും 3-ാം മണി നേരം വരെയും യേശു കർത്താവ് വളരെ കഷ്ടം അനുഭവിച്ചു. 3-ാം മണി നേരത്ത് കർത്താവായ യേശു ക്രിസ്തുവിനെ ഗോൽഗോത്ത എന്ന പേരുള്ള, തലയോടിടം എന്ന് പേരുള്ള സ്ഥലത്ത് യേശു കർത്താവിനെ കൊണ്ടുപോയി അവിടെ വെച്ച് കർത്താവ് തന്നെ ചുമന്നു കൊണ്ടുവന്ന കുരിശിൽ കർത്താവിനെ 2 കൈകളിലും കാലുകളിലും ആണി തറച്ച് യേശു കർത്താവിനെ ക്രൂശിക്കുവാൻ ഇടയായിത്തീർന്നു. ആ ക്രൂശിൽ കടന്നുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു 7 തിരുമൊഴികൾ ഹല്ലേലൂയ പറഞ്ഞതായി വിശുദ്ധ ബൈബിൾ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത്യാദി കാര്യങ്ങളാകും നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുമിച്ച് പറയുവാനും ചിന്തിക്കുവാനും ഇടയായിത്തീർന്നു. യേശു കർത്താവ് എൻ്റെ ആത്മാവിനെ നിന്റെ പക്കൽ ഭരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവ് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ തൻ്റെ ആത്മാവിനെ ദൈവത്തെങ്കിലേക്ക് കൊടുത്തുകൊണ്ട് കർത്താവ് സന്തോഷത്തോട് മരണം ആസ്വദിച്ച് ഹല്ലേലൂയ സ്തോത്രം ഈ ഭൂമിയുടെ പരപ്പിൽ കർത്താവ് ജീവിച്ച കാലഘട്ടം അത്രയും പെന്തിയോസ് പീലാത്തോസിന്റെ നാളുകളിൽ
ആമേൻ ഹല്ലേലൂയ സാക്ഷ്യമുള്ള വിശുദ്ധ ജീവിതം നയിച്ച കർത്താവ് മനുഷ്യന്റെ പാപത്തിന് വേണ്ടി, മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹാരമായി, ലോകത്തിന്റെ പാപത്തെ ചുമന്നിടുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായി, ദൈവത്തിന്റെ കോപത്തിയിൽ മനുഷ്യന്റെ പാപത്തെ ഏറ്റെടുത്തുകൊണ്ട് അവൻ യാഗമായി തീർന്നു എന്ന വസ്തുതകൾ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ പറയാനിടയായിത്തീർന്നത്. അതോടൊരു ബന്ധത്തിൽ നാം പറഞ്ഞു, ആമേൻ സ്തോത്രം, നീ ഇന്ന് എന്നോടുകൂടെ പരദീസയിൽ ഇരിക്കുമെന്ന് തൻ്റെ സ്തോത്രം മനസ്സാന്തരപ്പെട്ട തന്നോടുകൂടെ ശിക്ഷാവിധിയിലാകപ്പെട്ട കള്ളനോട് പറഞ്ഞ കർത്താവ് ഹല്ലേലൂയ പറഞ്ഞൊരു വാക്കാണ്, നീ ഇന്ന് എന്നോടുകൂടെ ശിക്ഷാവിധിയിൽ നീ ഇന്ന് എന്നോടുകൂടെ പ്രൈസ് പരദീസയിൽ ഇരിക്കും എന്ന വസ്തുത. തുടർന്ന് നമ്മൾ കാണുകയാണ്, ഇന്ന് എന്ന് കർത്താവ് പറഞ്ഞാൽ അതങ്ങനെ തന്നെ ആയിരിക്കും, അതിന് യാതൊരു മാറ്റവും ഉണ്ടാകത്തില്ല. മനുഷ്യൻ പറയുന്ന വാക്കുകൾക്ക് മാത്രമേ മാറ്റമുണ്ടാകത്തുള്ളൂ. എന്നാൽ ദൈവം പറഞ്ഞ വാക്കുകൾക്ക് ഒരിക്കലും മാറ്റമില്ലാത്തതാകിയാൽ അങ്ങനെ തന്നെ സംഭവിക്കാനിടയ്ക്കെത്തത്. പത്രോസിന്റെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ആത്മാവിൽ അവൻ സ്തോത്രം ഭൂമിക്കടിയിലേക്ക് ചെന്ന് പാതാളത്തിൽ അവൻ അടിമകളായി അവിടെ ഹല്ലേലൂയ ശിക്ഷാവിധിയിൽ അകപ്പെട്ട് കിടക്കുന്ന ആത്മാക്കളോട് സുവിശേഷം അറിയിച്ചു എന്ന ഭാഗം പത്രോസ് ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ നമ്മൾ ഹല്ലേലൂയ പ്രവചന ലേഖന പുസ്തകങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു വാക്കുണ്ട്, അതിപ്രകാരമാണ് അവൻ വിശുദ്ധന്മാരെ അവരുടെ പരദീസായി ഉയർത്തി, പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, വിശുദ്ധന്മാരെ അവൻ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ സ്ഥാനത്തിന് നിലയ്ക്ക് വ്യത്യാസം വരുന്നു എന്നും നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ വിഷയങ്ങൾ ഒന്ന് തൊട്ട് കഴിഞ്ഞ ആഴ്ച പോകുവാനിടയായിത്തത്. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ യോഹന്നാന്റെ സുവിശേഷം നമ്മൾ അവസാന അധ്യായത്തിൽ നമ്മൾ വായിച്ചപ്പോൾ നാം ഇങ്ങനെ പറയാൻ ഇടയായിത്തീർന്നു, ഹരിബിത്യക്കാരനായ ജോസഫും അപ്പോൾ തന്നെ നിക്കോദോമസും കൂടെ ചേർന്നുകൊണ്ട് 100 റാത്തൽ മൂറും ഹല്ലേലൂയ സ്തോത്രം അതിനോട് ചേർന്ന വസ്തുവകളും ചേർന്നുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിന്മേൽ യഹൂദ ആചാരപ്രകാരം ഹല്ലേലൂയ പുരട്ടി, അതിന്റെ പുറത്ത് തുണി ചുറ്റി കർത്താവിനെ അരിബിത്തക്കാരനായ ജോസഫിന്റെ കല്ലറയിൽ വച്ചു എന്നുവരെയാണ് നാം പറഞ്ഞ് മുമ്പോട്ട് പോകാനിടയാത്തത്. എന്നാൽ ഇവിടെ നമ്മൾ ഒന്ന് വായിച്ച കുറിവാക്യം ഇപ്രകാരമാണ് പറയുന്നത്, മരണത്തിന് അവനെ പിടിച്ചു വയ്ക്കുവാൻ അസാധ്യമായിരുന്നു എന്ന വാക്കാണ് അപ്പോസ്തലന്മാർ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്കണം, നമ്മുടെ കർത്താവിനെ മരണത്തിന് പിടിച്ചു വയ്ക്കുവാൻ അസാധ്യമായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നാം ഇങ്ങനെ കാണുകയാണ്, പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, യേശുവിന്റെ ഉയർപ്പിനെ തടയുവാൻ യഹൂദ മഹാപുരോഹിതന്മാരും യഹൂദ പരീശന്മാരും വളരെയധികം പരിശ്രമിച്ചു. അവർ ചെന്ന് പീലാത്തോസിനെ, നാടുവാഴിയ പീലാത്തോസിനെ കണ്ടിട്ട് പറയുക, ആ ചതിയൻ ജീവിച്ചിരുന്നപ്പോൾ ഞങ്ങളോടൊരു കാര്യം പറഞ്ഞിരുന്നു, അവൻ ഇവിടെ എല്ലാവരോടും പറഞ്ഞിരുന്നു, അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്നും മരിച്ചതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമെന്നും, അങ്ങനെ ഉയർത്തെഴുന്നേറ്റാൽ അതല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റില്ലെങ്കിലും അവന്റെ ശരീരം ശിഷ്യന്മാർ കട്ടുകൊണ്ടുപോയാൽ അത് ഉയർത്തെന്ന് പറയുകയും, അങ്ങനെ സംഭവിച്ചാൽ അത് ആ ചതിവ് പിന്നത്തേതിലും വലിയ വിഷമമായി തീരുമെന്ന് പറഞ്ഞ് അങ്ങനെ സ്തോത്രം നാടുവാഴിയോട് പറഞ്ഞിട്ട്, നാടുവാഴി റോമൻ സാമ്രാജ്യത്തിന്റെ നാടുവാഴിയാകുന്ന പീലാത്തോസ് ഇപ്രകാരം പറഞ്ഞു, ഞാൻ കാവൽക്കൂട്ടത്തെ തരാം, നിങ്ങൾ പോയി കല്ലറ ഉറപ്പാക്കുവീൻ എന്ന് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷത്തിലാണ് നാം ഈ വേദഭാഗം കാണുവാൻ ഇടയായിത്തീരുന്നത്. മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ നമ്മൾ ഇപ്രകാരം കാണുകയാണ്, പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 65-66 വേദഭാഗങ്ങൾ. 28 പീലാത്തോസ് അവരോട് കാവൽക്കൂട്ടത്തെ തരാം, പോയി നിങ്ങളാൽ ആവുന്നിടത്തോളം ഉറപ്പ് വരുത്തുവീൻ എന്ന് പറഞ്ഞു. നോക്കണം, അവൻ കാവൽക്കൂട്ടത്തെ തരാം, പോയി നിങ്ങളാൽ ആവുന്നിടത്ത് ഉറപ്പ് വരുത്തുവീൻ എന്ന് പറഞ്ഞു. അടുത്തത് അവർ ചെന്ന് കല്ലിന്റെ മേൽ റോമൻ ഇംപീരിയൽ മുദ്ര വെച്ചു, റോമൻ സാമ്രാജ്യത്തിന്റെ മുദ്ര വെച്ചു, കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി. എന്നാൽ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നാം ഇങ്ങനെയാണ് കാണുന്നത്, പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ല് ഉരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നു എന്ന് ദൈവത്തിന്റെ വചനം വായിക്കുന്നു.
പ്രിയപ്പെട്ടവരെ, മർക്കോസിന്റെ സുവിശേഷം ഹല്ലേലൂയ സ്തോത്രം അതിന്റെ 16-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യത്തിനകത്തും, അപ്പോൾ തന്നെ പ്രൈസ് ദി ലോർഡ് ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 2-ാമത്തെയും 5-ാമത്തെയും വാക്യത്തിനകത്തും, ഹല്ലേലൂയ 6-ാമത്തെ വാക്യത്തിൽ, യോഹന്നാന്റെ സുവിശേഷം 20:2 യേശു കർത്താവ് ഉയർത്തു എന്ന്, യേശു കർത്താവിന്റെ കല്ലറ തുറന്നു എന്ന് അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. എനിക്ക് പ്രിയമുള്ള എന്റെ വാത്സല്യ സഹോദരങ്ങളെ, വേദപുസ്തകം വിളിച്ചു പറയുന്നത് ഹല്ലേലൂയ മരണത്തിന് അവരെ പിടിച്ചു വെക്കുവാൻ കഴിഞ്ഞില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം മരണത്തിന് പിടിച്ചു വെക്കാൻ കഴിയാത്ത, മരണത്തെ ജയിച്ച ഒരുവനെയാണ് ഞാൻ നിങ്ങളും ആരാധിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ സ്വന്തം ജനമേ, ഇന്ന് പകൽക്കാലം വിശ്വസിച്ചോണം, നീ ആരാധിക്കുന്നത് കല്ലിനെ അല്ല, നീ ആരാധിക്കുന്ന രൂപത്തെ അല്ല, നീ ആരാധിക്കുന്ന വിദ്യാമൂർത്തിയല്ല, നീ ആരാധിക്കുന്ന മരിച്ചുപോയ ഏതെങ്കിലും വ്യക്തിയല്ല, നീ ആരാധിക്കുന്ന ജീവിക്കുന്ന ദൈവത്തെയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മരണത്തിന് പിടിച്ചു വെക്കാൻ കഴിയാത്ത അത്യുന്നതനായ ദൈവത്തെയാണ് ആരാധിക്കാൻ ഭാഗ്യം ലഭിച്ചത്. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, മരിച്ച് ആമേൻ ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് യേശു ക്രിസ്തു ആദ്യമായി ചെയ്ത ചില കാര്യങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞ് വേഗത്തിൽ ഞാൻ വിഷയത്തിൽ അടുത്ത വിഷയത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ഒന്നാമത് നമ്മൾ കാണുന്നത് പ്രൈസ് ദി ലോർഡ് അബലകളായ 3 സഹോദരിമാർ, ആമേൻ, മഗ്ദലക്കാരത്തി മറിയ, മറ്റേ മറിയ, യോഹന്ന എന്ന് പറയുന്ന സ്ത്രീ. ഈ 3 സ്ത്രീകളും അതിരാവിലെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ യേശുവിനെ വെച്ച കല്ലറയുടെ അരികിലേക്ക് അവർ സുഗന്ധദ്രവ്യം ഒരുക്കിക്കൊണ്ട് പോകുകയാണ്. അവർ കടന്നു പോകുമ്പോൾ അവർ പറഞ്ഞ ഒരു വാക്കുണ്ട്, ഹല്ലേലൂയ, നേരം പരപര വെളുക്കുന്നതേ ഉള്ളൂ, അതിരാവിലെ ഇരുട്ടുള്ള സമയമാണ്. എന്നാൽ ഈ അബലകളായ സ്ത്രീകൾ പറയുക, ആര് ഞങ്ങൾക്ക് വേണ്ടി കല്ല് ഉരുട്ടി മാറ്റും? മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 16-ാം അധ്യായം ആരംഭ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുകയാണ്. സഹോദരിമാർ പറയുക, ആര് ഞങ്ങൾക്ക് വേണ്ടി കല്ല് ഉരുട്ടി മാറ്റും? അവർ ചോദിച്ചുകൊണ്ട് പോകുമ്പോൾ എന്നാൽ ആ കല്ല് ഉണ്ടെന്നുള്ള വാസ്തവം അവർക്ക് അറിയാമെങ്കിലും അവരുടെ മുൻപോട്ടുള്ള യാത്രയ്ക്ക് ആ കല്ല് ഒരു തടസ്സമായി നിന്നില്ല. കുഞ്ഞെ, ഇന്ന് പകൽക്കാലം വിളിച്ചു പറയട്ടെ, നീ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെല്ലുന്നതിനും നീ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എത്തപ്പെടുന്നതിന് മുമ്പിൽ ചില തടസ്സങ്ങൾ ഉണ്ടെങ്കിലും നിന്റെ യാത്രയെ അത് തടസ്സപ്പെടുത്തുവാൻ ഒരിക്കലും നീ അനുവദിക്കരുത്. നീ മുൻപോട്ട് കടന്നു പോകാൻ ഇടയാകുന്നെങ്കിൽ ആ കല്ല് നിന്റെ മുമ്പിൽ നിന്ന് ഉരുട്ടി മാറ്റുവാൻ തക്കവണ്ണം എന്റെ ദൈവം മതിയായവനാ. ഉയർത്തുന്നതിന്റെ കർത്താവ് ചെയ്ത കാര്യം അവൻ സ്തോത്രം. ഈ അബലകളായ സ്ത്രീകള് അവൻ എന്താ കണ്ടെന്നറിയാമോ? ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം ആരംഭ വാക്യത്തിൽ നമ്മൾ വായിക്കുക കാണുകയാണ്, അവരുടെ മുമ്പിൽ ഭാരമായിരുന്ന കല്ല്, അവരുടെ മുമ്പിൽ പ്രശ്നമായിരുന്ന കല്ല് എന്റെ ദൈവം തന്നെ ദൂതനെ ഇറക്കി ആ കല്ലിനെ ഉരുട്ടി മാറ്റുകയാണ് നമ്മൾ കാണുന്നത്. ഇന്ന് പകൽക്കാലം വിളിച്ചു പറയട്ടെ, കല്ല് ഉരുട്ടി മാറ്റുന്ന, നിനക്ക് വേണ്ടി കല്ല് ഉരുട്ടി മാറ്റുന്ന ഒരു ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയാൻ പോകുക. ഉയർപ്പിന്റെ ശക്തി എന്ന് പറയുന്നത് അഭിസ്തോത്രം ജീവിതത്തിൽ അല്പം കൊണ്ട് ഒതുങ്ങുന്നതല്ല കുഞ്ഞെ. നിന്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിപ്പത്തക്കവണ്ണം അവൻ മതിയായ ദൈവമാ. പ്രൈസ് ദി ലോർഡ്. നിനക്ക് ഭാരമായിരിക്കും ചില മണ്ഡലങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം വെളിപ്പെടുത്തി ആ വിഷയത്തിനകത്ത് ഒരു സൊല്യൂഷൻ ദൈവം നിനക്ക് ഒരുക്കി തരുവാൻ അവൻ മതിയായ ദൈവമാ. അവിടെ കൊണ്ട് തീർന്നില്ല. എന്റെ കർത്താവ് ചെയ്തത് അഭിസ്തോത്രം, ഹല്ലേലൂയ, അതിരാവിലെ നിങ്ങൾ വന്നതല്ലേ? പ്രൈസ് ദി ലോർഡ്. പ്രതികൂലത്തിന്റെ മുമ്പിൽ വന്നതല്ലേ? പ്രൈസ് ദി ലോർഡ്. പ്രശ്നങ്ങളെ അതിജീവിച്ച് വന്നതല്ലേ? അതുകൊണ്ട് കർത്താവ് എന്താ ചെയ്തറിയാമോ? ആദ്യം വെളിപ്പെട്ടത് അവൻ ഈ സ്ത്രീകൾക്ക്. ഇന്ന് പകൽക്കാലം വിളിച്ചു പറയട്ടെ, നിന്റെ സമർപ്പണത്തെ മാനിക്കുന്ന ദൈവമുണ്ട്. യേശു കർത്താവ് നിന്റെ സമർപ്പണത്തെ മാനിക്കുന്നവന്. നീ അതിരാവിലെ ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ ദൈവത്തെ കാണുവാൻ ആഗ്രഹിച്ച് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ തിരുവചനം വിളിച്ചു പറയുന്നത് മറ്റാർക്കും പ്രത്യക്ഷമാകുന്നതിന് മുമ്പ് സ്തോത്രം യേശു കർത്താവ് പ്രത്യക്ഷമായത് തന്റെ അരികിലേക്ക് സമർപ്പണത്തോട് കടന്നു വന്നവരുടെ മുമ്പിലാണെങ്കിൽ ഇന്ന് പകൽക്കാലം കുഞ്ഞേ, നിന്റെ ആഗ്രഹവും നിന്റെ വാഞ്ഛയും മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. രണ്ടാമത് നമ്മൾ കാണുകയാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്, ഹല്ലേലൂയ, എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കണമെന്ന് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നിട്ടും അവൻ യേശു കർത്താവ് മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തുന്നിട്ടു എന്ന വസ്തുത കേട്ടിട്ടും അതൊരു ഭ്രമമായി ഭ്രമിപ്പിക്കുന്ന കാര്യമെന്ന് പറഞ്ഞുകൊണ്ട് യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് കടന്നുപോയതായ സ്തോത്രം 2 ശിഷ്യന്മാരോട് കൂടെ യേശു കർത്താവ് കൂടെ നടന്നിട്ട് അവരുടെ പിന്മാറ്റത്തെ ദൈവം മാറ്റി വചനത്തിന്റെ വെളിപ്പാടുകളെ പകർന്നു കൊടുത്തുകൊണ്ട് അവരെ ഉറപ്പിക്കുന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത്. വാത്സല്യ സഹോദരങ്ങളെ, ഇത് മേൽക്കാലം പറയട്ടെ, വിശ്വാസത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നവരെ കൂടെ നടന്ന് അവരെ മുമ്പിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം എന്റെ കർത്താവ് ഇടയായിട്ട് രണ്ടാമത്തെ സന്ദർഭമാണ്. പ്രിയപ്പെട്ടവരെ, വേഗത്തിൽ ഞാൻ അടുത്ത ഭാഗത്തിൽ പറയുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ അവസാന അധ്യായം നമ്മൾ വായിക്കുമ്പോൾ
ബർയോന ശീമോനെ, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് യോഹന്നാനോട് പ്രത്യേകമായി സ്പെസിഫൈ ചെയ്ത് ചോദിക്കുകയാണ്. ഒന്നാമത് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് കർത്താവേ. രണ്ടാമത് ചോദിക്കുക, നീ ഇവരിലധികമായി എന്നെ പ്രിയപ്പെടുന്നുവോ? എനിക്ക് നിന്നോട് പ്രിയമുണ്ട് കർത്താവേ. മൂന്നാമത് ചോദിക്കുക, നീ എന്നെ പ്രിയപ്പെടുന്നുവോ എന്ന്. ആ ചോദ്യത്തിന് മുമ്പിൽ സ്തോത്രം തന്റെ ജീവിതത്തിന്റെ കുറവിനെ കണ്ട് ഒരിക്കൽ പത്രോസിനോട് യേശു കഥ പറഞ്ഞത്, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് പറഞ്ഞിട്ട് മാമൻ യേശുവിന്റെ വാക്ക് കേട്ട് വള്ളവും വലയും വിട്ടുപോകുന്നവനും, ഇതാ യോഹന്നാന്റെ സുവിശേഷം അവസാന അധ്യായത്തിലേക്ക് വരുമ്പോൾ വള്ളവും വലയും വീണ്ടും കയ്യിലെടുത്തുകൊണ്ട് ഞങ്ങൾ മത്സ്യത്തെ പിടിക്കാൻ പോകുന്നത് നിങ്ങൾ വരുന്നോ എന്ന് ചോദിക്കുക. യോഹന്നാനെ, സ്തോത്രം, ഹല്ലേലൂയ. യോഹന്നാൻ ഈ ഭാഗം രേഖപ്പെടുത്തി വെച്ചപ്പോൾ, പത്രോസേ, നിന്റെ ജീവിതത്തിൽ നിന്റെ പിന്മാറ്റം അറിയുന്നവനും നിന്റെ ജീവിതത്തിലെ തള്ളിപ്പറച്ചിലുള്ള അറിയുന്നവനും നിന്നോട് ചോദിക്കുക, നീ എന്നെ സ്നേഹിക്കുന്നുവോ? നീ എന്നെ സ്നേഹിക്കുന്നുവോ? ആ ചോദ്യം അവനെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ഇടയായിത്തീർന്നു. ഇന്ന് പകൽക്കാലം പറയട്ടെ, നീ സകലതും അറിയുന്നെന്ന് മാത്രമേ പിന്നെ പത്രോസ് പറഞ്ഞുള്ളൂ. എന്റെ വീഴ്ച അറിയുന്നവൻ നീയാ, എന്റെ പരാജയം അറിയുന്നവൻ നീയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ ശിഷ്യന്മാരെ ഉറപ്പിച്ച് കർത്താവ് അവരെ മേൽ ദൗത്യമേൽപ്പിക്കുന്ന നമ്മൾ തുറന്ന് കാണുന്നത് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 18 മുതൽ 20 വരെയുള്ള വചനഭാഗത്തും, മർക്കോസിന്റെ സുവിശേഷം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവൻ ദൈവത്തിന്റെ വചനം വായിക്കുന്ന സമയത്ത് മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 16-ാം അധ്യായം 15ഉം 16ഉം വാക്യങ്ങൾ നമ്മൾ കാണുന്നത് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഈ അഭിഷക്തന്മാരെ, ഈ 11 അപ്പോസ്തലന്മാരെ ഉറപ്പിച്ചു നിർത്തിയിട്ട് ദൗത്യമേൽപ്പിക്കുക. ഞാൻ അവൻ പിന്നെ യോഹന്നാന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചെയ്ത കാര്യങ്ങൾ അനവധിയുണ്ട്. അത് പുസ്തകത്തിൽ എഴുതിയാലും തീരത്തില്ല എന്ന് പറഞ്ഞ് ഞാനത് അവിടെ കൊണ്ട് അവസാനിപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിന്റെ കുരിശുമരണത്തിലൂടെ നമുക്ക് എന്താണ് ലഭിച്ചത് എന്ന വസ്തുത, യേശുവിന്റെ കുരിശുമരണത്തിലൂടെ നമുക്ക് എന്താണ് ലഭിച്ച എന്ന വസ്തുതകൾ ഇനിയും അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. ദയവായി ശ്രദ്ധയോട് കേൾക്കുക. ഈ ക്രൂശുമരണത്തിലൂടെ നമുക്ക് എന്താണ് ലഭിച്ചത്? ഒന്നാമത് പറയുന്നു, ഹല്ലേലൂയ, സ്തോത്രം, എഫേസ്യ ലേഖനം 2-ാമത്തെ അധ്യായം അതിന്റെ 16-ാമത്തെ വേദഭാഗം വായിച്ചാം. നിങ്ങൾക്ക് കേൾപ്പാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾക്ക് ക്രൂശിന്മേൽ വെച്ച് കേൾപ്പാൻ കഴിയുന്നുണ്ടോ? വായിച്ചോ. ക്രൂശിന്മേൽ വെച്ച് അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും, ക്രൂശിന്മേൽ വെച്ച് അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ശത്രുത്വം ഇല്ലാതെയാക്കി എന്ന പദപ്രയോഗം നമ്മൾ കാണുന്നത്. ഇത് ആര് തമ്മിലുള്ള ശത്രുത്വമാ? വിശുദ്ധ വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നാം ഇവിടെ കാണുന്ന ഒരു വസ്തുത, പ്രൈസ് ദി ലോർഡ്, അവൻ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ശത്രുതയാണ് എന്ന് നമുക്ക് കാണുവാൻ സാധ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം സ്തോത്രം, ക്രൂശിന്മേൽ വെച്ച് സംഭവിച്ച ഒന്നാമത്തെ കാര്യം, എങ്ങനെയാണ് മനുഷ്യനും ദൈവം തമ്മിൽ ശത്രുത ഉണ്ടായത്? ഹല്ലേലൂയ. തിരുവചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ യെശയ്യാവിന്റെ പുസ്തകം 59-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഹല്ലേലൂയ, രക്ഷിപ്പാൻ കഴിയാതവണ്ണം എന്റെ കാലം കുറുകിപ്പോയിട്ടില്ല, കേൾപ്പാൻ കഴിയാതവണ്ണം എന്റെ ചെവി മന്ദമായിട്ടുമില്ല എന്ന് പറഞ്ഞ കർത്താവ് 2-ാമത്തെ വാക്യത്തിൽ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നോക്കണം, ഭിന്നിപ്പിച്ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമേൻ, സ്തോത്രം, നിങ്ങളെയും ദൈവത്തെയും തമ്മിൽ ശത്രുതയിലാക്കി വെച്ചിരിക്കുന്നത്. ഞാനിക്ക് ദൈവവുമായൊരു ശത്രുതയുണ്ടെങ്കിൽ അതിന്റെ പാപനിമിത്തം മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സൃഷ്ടിയായ എന്നോടും നിങ്ങളോടും ദൈവത്തിന് ശത്രുതയുണ്ടെങ്കിൽ അത് നമ്മുടെ പാപനിമിത്തം മാത്രമാണെന്ന് തിരിച്ചറിയണം. വേദപുസ്തകം വിളിച്ചു പറഞ്ഞ് വായിക്കുക. ഒന്നുകൂടെ വായിച്ചാട്ടെ, 2-ാമത്തെ വാക്യം. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്, നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്, അവന്റെ മുഖത്തെ നിങ്ങൾ ഇന്ന് മറയ്ക്കുമാറാക്കിയിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നത്, അന്ന് മനുഷ്യന്റെ പാപം ഏദൻ തോട്ടത്തിൽ വെച്ച് മനുഷ്യൻ ദൈവത്തോട് മറുതലിച്ച് അനുസരണക്കേട് കാണിച്ചപ്പോൾ
അന്ന് ആരംഭിച്ച പാപം, ആ പാപം മുൻപോട്ട് കടന്നു വന്ന് മനുഷ്യനും ദൈവത്തെ തമ്മിൽ നിരന്തരം ശത്രുതയിലാക്കിക്കൊണ്ടിരുന്നു എന്ന തിരുവചനം വായിക്കുന്നത്. ആ പാപത്തിനും ആ ശത്രുതയ്ക്കും അന്ത്യം കുറിച്ചത് യേശു കർത്താവിന്റെ കാൽവറിയിലെ കുരിശുമരണമാകുന്നു. അതത്ര എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ നാം വായിക്കുവാനിടയായി. 2-ാം അധ്യായം 16-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചു. ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി എന്ന് വെച്ചാൽ ഞാനും ദൈവം തമ്മിലുള്ള ശത്രുത്വം ഇല്ലാതാക്കി. ഇവിടെ ദൈവവുമായി ശത്രുത്വം ഇല്ലാതാക്കണമെങ്കിൽ എന്താ സംഭവിക്കേണ്ട കാര്യം? അവൻ നമ്മുടെ പാപം മാറിയേ മതിയാകത്തുള്ളൂ. പാപത്തെ അവൻ നീക്കിയത് കൊണ്ടാണ് നമുക്ക് ശത്രുത്വം മാറുവാനിടയായി തന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടുത്ത വാക്യം. ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി, അവൻ ശത്രുത്വം ഇല്ലാതെയാക്കി. അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ, ദൈവവും മനുഷ്യനും തമ്മിലുള്ള അന്തരം ദൈവം മാറ്റിയിട്ട് വേദപുസ്തകം വിളിച്ചു പറയുക, അവൻ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിക്കുവാനും തന്നെ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനും സ്തോത്രം സ്വർഗീയനായവൻ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ. ഞാൻ എന്റെ പിതാവിന് ഇഷ്ടം ചെയ്യുന്നവൻ എന്ന് പറഞ്ഞവനും പറയുകയാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ എന്റെ കൽപ്പനകൾ അനുസരിക്കും. അടുത്ത വാക്യം പറയുകയാണ്, ഞാനും പിതാവും അവനിൽ വന്ന് വസിക്കുമെന്ന യോഹന്നാന്റെ സുവിശേഷം നമ്മൾ കാണുന്നത്. എനിക്ക് വാത്സല്യമുള്ള സഹോദരങ്ങളെ, ഇതാ ഇരുപക്ഷത്തെയും ഒന്നാക്കിയവൻ അവൻ കർത്താവായ യേശു ക്രിസ്തു പറയുക, അവൻ നിങ്ങൾ എന്റെ കൽപ്പനകൾ പ്രമാണിക്കുമെങ്കിൽ ഞാനും പിതാവും നിങ്ങളിൽ വന്ന് വസിക്കുമെന്ന് പറഞ്ഞെങ്കിൽ, ഇതാ പിതാവായ ദൈവവും മനുഷ്യനും തമ്മിൽ ഒന്നായി തീരുന്നത് യേശു ക്രിസ്തു മുഖാന്തരമാണ്. വേദപുസ്തകം വിളിച്ചു പറയുന്നു, എഫേസ്യർ 2:16 പറയുകയാണ്, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കിയ ദൈവമാ. ഓ, ദൈവവുമായി ചേരുവാൻ ഒരു യോഗ്യതയുമില്ലാത്ത എന്നെ, ദൈവവുമായി ചേരുവാൻ ഒരു യോഗ്യതയുമില്ലാത്ത നിങ്ങളെ അവൻ വേദപുസ്തകം വിളിച്ചു പറയുന്നു, യേശു ക്രിസ്തു എന്ന ഏകൻ മുഖാന്തരമായി, യേശു ക്രിസ്തു കാൽവരിയിൽ ചിന്തിയതായ തിരുരക്തം മുഖാന്തരമായി അവൻ ദൈവത്തോട് ഒന്നാക്കി ചേർക്കുകയായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ അടുത്ത വാക്യത്തിലേക്ക് വേഗത്തിൽ വരികയാണ്. കൊലോസ്യ ലേഖനം 2:14 വാക്യം, 2-ാമത്തെ പോയിന്റ്. എന്തിന്? കർത്താവായ അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അപ്പൊ ദൈവവും നമ്മെ തമ്മിൽ അടുപ്പിക്കാതെ വണ്ണം സ്തോത്രം നമുക്കും ദൈവത്തിനും ഇടയിൽ ഒരു കൈയെഴുത്തുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മുടെ ബൈബിൾ ക്ലാസ്സിൽ യാക്കോബിന്റെ ലേഖനം എടുത്തപ്പോൾ നമ്മൾ വായിക്കാനിടയായി തന്നു, വ്യഭിചാരം ചെയ്യരുത് എന്ന് പറഞ്ഞവൻ കുല ചെയ്യരുത് എന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്. ന്യായപ്രമാണത്തിലെ ഒരു കൽപ്പന ലംഘിച്ചാൽ അവൻ കൽപ്പനയ്ക്കും നൽകിയതായ ദൈവത്തോടാണ് മറുത്തു നിൽക്കുന്നത്. അവൻ ദൈവത്തോടാണ് പാപം ചെയ്യുന്നത്. അതുകൊണ്ട് അവൻ ശിക്ഷയ്ക്ക് അർഹനാണ് എന്ന് കഴിഞ്ഞ ദിവസം നാം ചിന്തിക്കുവാൻ ഇടയായിട്ടുള്ള വസ്തുത മറന്നുപോകരുത്. പ്രിയപ്പെട്ടവരെ, ന്യായപ്രമാണം നൽകുന്ന പ്രമാണത്തിനകത്ത് നിന്നും ഞാനും നിങ്ങളും ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്നില്ല എങ്കിലും കൽപ്പന ലംഘിയായി മാറുകയാണ്. കൽപ്പന ലംഘിക്കുന്നതിലൂടെ നാം ശിക്ഷ അർഹരായി തീരുകയാണ്. ഇത് എവിടെ എഴുതി വെച്ചെന്നറിയാമോ? വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നു, മോശയിലൂടെ നൽകിയതായ ന്യായപ്രമാണത്തിലൂടെ മനുഷ്യ നീ പാപിയാണെന്ന്, നീ പാപം ചെയ്ത നീ ശിക്ഷാർഹനാണെന്ന് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. എനിക്ക് പ്രിയമുള്ള എന്റെ വാത്സല്യ സഹോദരങ്ങളെ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത വിളിച്ചു പറയട്ടെ. പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ഹല്ലേലൂയ. ന്യായപ്രമാണം എന്നെയും നിങ്ങളെ പാപത്തിന്റെ അടിമ നുഖത്തിൽ സ്തോത്രം വെച്ചു എങ്കിൽ ഇതാ വേദപുസ്തകം വിളിച്ചു പറയുക, ന്യായപ്രമാണത്തിന്റെ അടിമത്തത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചവനായ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ച ദൈവം യേശു ക്രിസ്തു മുഖാന്തരം അവൻ കാൽവരിയിലെ കൊലമരത്തിൽ പരമയാഗമായി തീർന്നതിലൂടെ നമുക്ക് വിരോധമായ ഒരു കൈയെഴുത്ത് അവൻ മായ്ച്ചു കളഞ്ഞെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇത് പകൽക്കാലം വിളിച്ചു പറയട്ടെ, യേശു ക്രിസ്തു രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലെ, നിനക്ക് ന്യായപ്രമാണ പ്രകാരമുള്ള ന്യായവിധി അല്ല വരാൻ പോകുന്നത്. നിനക്ക് സ്തോത്രം യേശു ക്രിസ്തു രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലായതുകൊണ്ട് തന്നെ. ഹല്ലേലൂയ. ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്,
റോമാലേഖനം 2:16 വാക്യം പറയും, സുവിശേഷം നൽകിയിരിക്കുന്നവരെ സുവിശേഷ പ്രകാരമാണ് ന്യായം വിധിക്കുന്നത്. സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് കാണുന്ന വസ്തുത, യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവും നാഥനുമായി സ്വീകരിച്ചവർക്ക് ഒരു ന്യായവിധിയില്ല എന്നും ഒരു ശിക്ഷാവിധിയില്ല എന്നും ന്യായവിധി മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ കാണുന്നത്. ഹല്ലേലൂയ. റോമാലേഖനം 8:1 വാക്യം പറയും, ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന് തിരുവചനം വിളിച്ചു പറയുന്നു. അപ്പോൾ തന്നെ ദൈവത്തിന്റെ വചനം പറയുന്നു, 2 കൊരിന്ത്യർ 5:10 വാക്യം പറയുന്നു, അവനവൻ ശരീരത്തിലേക്ക് ചെയ്യുന്നത് അത് നല്ലതായാലും തീയതാകിലും അതിനൊത്തവണ്ണം പ്രാപിക്കേണ്ടത് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസന മുൻപാകെ നിൽക്കേണ്ടതായി വരുമെന്ന് പറയുകയാണ്. എനിക്ക് വാത്സല്യമുള്ള സഹോദരങ്ങളെയും 50-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ കാണുന്നുണ്ട്, എന്നോട് യാഗം കഴിച്ച് എന്നോട് സ്തോത്രം അവനുമായി ചേർന്നവരെ വേദപുസ്തകം പറയാ, നിങ്ങൾ എന്റെ അരികിലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ന്യായം വിധിക്കുമെന്ന് പറയുകയാണ്. എനിക്ക് പ്രിയമുള്ള വാത്സല്യ സഹോദരങ്ങളെ, മനുഷ്യനൊരു ന്യായവിധിയുണ്ട്, വിശ്വാസിയെ നിനക്കൊരു ന്യായവിധിയുണ്ട്. അതൊരിക്കലും ശിക്ഷാവിധിയല്ല. നീ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലായതുകൊണ്ട് തന്നെ ഹല്ലേലൂയ, നിനക്ക് ശിക്ഷാവിധിയില്ല, ന്യായവിധിയുണ്ട്. ഈ ന്യായവിധി നിന്നെ ശിക്ഷിക്കാൻ വേണ്ടിയുള്ള ന്യായവിധിയല്ല, നിനക്ക് പുകഴ്ചയും മഹത്വം നൽകാൻ വേണ്ടിയുള്ള ന്യായവിധിയാണ്. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ ഭാഗത്തിലേക്ക് വേഗത്തിൽ മടങ്ങി വരികയാണ്. അങ്ങനെ നമുക്ക് വിരോധമായിരുന്ന ഒരു പ്രമാണത്തെ ദൈവം മായ്ച്ചു കളഞ്ഞു. അതിന് കൊടുത്ത വിലയ തന്റെ പുത്രന്റെ രക്തം. ഹല്ലേലൂയ. ആമേൻ. 2:14 വാക്യം കൊലോസ്യലേഖനം 2:14 ഒന്നുകൂടെ വായിച്ചാട്ടെ. അതിക്രമങ്ങൾ ഒക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും, അതിക്രമമൊക്കെ നമ്മോട് ക്ഷമിച്ചു, ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന, നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കയ്യെഴുത്ത് മായിച്ച് കുരിശിൽ തറച്ച് നടുവിൽ നിന്ന് കർത്താവ് അങ്ങ് നീക്കിയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ആമേൻ സ്തോത്രം ബോർഡിൽ സാറുമാർ എഴുതുന്ന നമ്മൾ കാണാറുണ്ട്. ആമേൻ ആ എഴുത്ത് കഴിഞ്ഞ് അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കുമ്പോൾ അതങ്ങ് മായ്ച്ചു കളയും. ആമേൻ സ്തോത്രം. കണക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണക്ക് സാർ വന്ന് എഴുതുന്നൊക്കെയും അടുത്ത ആമേൻ സ്തോത്രം മലയാള ടീച്ചർ വരുമ്പോൾ അതങ്ങ് മായ്ച്ചു കളയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ പഴയ പാഠത്തിൽ നിന്ന് മാറുകയാണ്. പഴയ പാഠം നമ്മളോട് പറയുന്നത് നിങ്ങൾക്ക് ശിക്ഷാവിധി ഉണ്ടെന്നാണെങ്കിലും ആമൻ പുതിയ നിയമം നമ്മോട് പറയുന്നത്, കുഞ്ഞേ നിന്റെ അകൃത്യമൊക്കെ മോചിച്ചു തന്നിരിക്കുന്ന ഞാനാകുന്നെന്ന് പറഞ്ഞവനും അവിടുത്തെ തിരുരക്തത്താൽ നാം വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിനി ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് കാണുന്നുണ്ട്. അടുത്തത് സ്തോത്രം 1 പത്രോസ് ലേഖനം 2:24 വാക്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധ ക്ഷണിക്കുന്നു. 1 പത്രോസ് 2:24 പാപം സംബന്ധിച്ച് മരിച്ച് നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവൻ എന്തിനാ ക്രൂശിക്കപ്പെട്ടത് കൊണ്ട് എന്താണ് നമുക്ക് പ്രയോജനം? പ്രിയ വിശ്വാസിയെ, നീ ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം, അവൻ പാപം സംബന്ധിച്ച് മരിച്ചു. ആ വാക്യം ഒന്നുകൂടെ വായിച്ചവനെ. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന്. നോക്കണം ആ പദവും ശ്രദ്ധിച്ച് വിശ്വാസിയെ, പ്രിയ സഹോദര സഹോദരി, വേദപുസ്തകം പറയുന്നത് ഇവിടെ പത്രോസ് അഡ്രസ് ചെയ്യുമ്പോൾ പറയുന്നത് നാം പാപം സംബന്ധിച്ച് മരിക്കണം. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. യേശു നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കുരിശിൽ കയറിയത് എന്തിനാ? ഇവിടെ വന്ന് കൊട്ടിപ്പാടി ആരാധിച്ച് അല്പസമയങ്ങൾ ചെലവഴിക്കാൻ വേണ്ടിയാണോ? ഇതൊരു ഗെറ്റ് ടുഗദർ അല്ല, ഇതൊരു ക്ലബല്ല. ദൈവസഭ എന്ന് പറയുന്ന ക്ലബല്ല. ദൈവസഭ എന്ന് പറയുന്നത് പ്രൈസ് ദി ലോർഡ് ഗെറ്റ് ടുഗദറിന് വരുന്ന ഒരു അനുഭവമല്ല. ഇന്ന് പലയിടത്തും നമ്മൾ കാണുന്നുണ്ടല്ലോ, കത്തുന്ന മിന്നുന്ന ലൈറ്റും ഒക്കെ ഇട്ടുകൊണ്ട് ആടിപ്പാടുന്ന ഒത്തിരി പേരെ കാണുന്നുണ്ട്. എന്നാൽ നമ്മുടെ പ്രാണപ്രിയനെ കർത്താവ് കാൽവറിയിൽ പരമയാഗമായി തീർന്നതിന്റെ ഓർമ്മയോടുള്ള ബന്ധത്തിൽ അവൻ നിരന്തരം അവനെ സ്തുതിക്കുവാൻ, അവനെ മഹത്വപ്പെടുത്തുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയായിട്ടുള്ള കുഞ്ഞെ ഹല്ലേലൂയ സ്തോത്രം. വേദപുസ്തകം വിളിച്ചു പറയാ, നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? പ്രൈസ് ദി ലോർഡ്, നാം പാപം സംബന്ധിച്ച് മരിക്കണം. നിന്റെ പാപത്തെ കുറിച്ച് നിനക്കൊരു അനുതാപം ഉണ്ടാകുന്നില്ലെങ്കിൽ നീ എന്ത് ക്രിസ്ത്യാനിയ?
നിന്റെ പാപത്തെക്കുറിച്ച് നിനക്കൊരു അനുതാപം ഉണ്ടാക്കാത്ത പ്രസംഗം എന്ത് പ്രസംഗമാ? വേദപുസ്തകം വിളിച്ചു പറഞ്ഞ പരിശുദ്ധാത്മാവിലുള്ള ഒരു പ്രസംഗം എന്ന് പറയുന്നത് അവൻ നിങ്ങൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുമെന്നാണ് പറഞ്ഞതെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഇളക്കി പെരുപ്പിക്കുമെന്നല്ല പറഞ്ഞത്, മറിച്ച് നിന്നെ എടുത്ത് ചാടിക്കുമെന്നല്ല പറഞ്ഞത്. ഇതാ വേദപുസ്തകം വിളിച്ചു പറഞ്ഞ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന പ്രസംഗമാണ്. നിനക്ക് റെപ്പറൻസ് ഉണ്ടാക്കുന്ന അനുഭവം നിനക്ക് ലഭിക്കുന്നില്ലെങ്കിൽ, പരിശുദ്ധാത്മാവ് നിന്നെ അകന്നു പോയിട്ടുണ്ടെങ്കിൽ, അയ്യോ, അനുതാപത്തിന്റെ സങ്കീർത്തനം രചിച്ചതായ ദാവീദ് 51 സങ്കീർത്തനത്തിലൂടെ വിളിച്ചു പറയുന്നത് ഒരു കാര്യമുണ്ട്. ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതേ എന്ന് പറയുവാൻ, കരയുവാൻ ഒന്നിടയായി തീരണം കുഞ്ഞേ. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ഇതാ നമ്മൾ പറയുകയാണ്, പാപം സംബന്ധിച്ച് നമ്മൾ മരിക്കണം, നീതിക്കായി ജീവിക്കേണ്ടതിന്. കുഞ്ഞേ, നീ എന്തിനാ വീണ്ടും ജന്മം പ്രാപിച്ചത് അറിയാമോ? എന്തിനാ നീ വീണ്ടും ജന്മം പ്രാപിച്ചത്? നീതിക്ക് വേണ്ടി ജീവിക്കാനാ. ഹല്ലേലൂയ, ആമേൻ, നീതിക്കായി ജീവിക്കുവാനാ. വെറുതെ പെന്തക്കോസ്തിന്റെ ലേബൽ വെച്ചുകൊണ്ട് ഇറങ്ങിത്തിരിക്കല്ലേ. വെറുതെ ദൈവവൈദ്യനാന്ന് പറഞ്ഞത് ആമേൻ പേര് കളയരുത്. വെറുതെ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് സമയം കളയരുത്. ഹല്ലേലൂയ, ആമേൻ. പ്രിയപ്പെട്ടവരെ, നീ മനസ്സിലാക്കേണ്ട വസ്തുതയുണ്ട്. നീ നീതിക്ക് വേണ്ടി ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവനാ. നീതിക്ക് വേണ്ടി ജീവിക്കാൻ വിളിക്കപ്പെട്ടവളാ നീ. അതിനായി സാധ്യമായി തീരത്തക്കവണ്ണം നിന്റെ ജീവിതത്തെ ദൈവസരി ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കഴിഞ്ഞ ദിവസം എടുക്കാനിടയാത്ത യാക്കോബിന്റെ ലേഖനം 2-ാമത്തെ അധ്യായം, എനിക്ക് തോന്നുന്നു 13-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ ഇങ്ങനെ വായിച്ച ഒരു ഭാഗം അവസാനിപ്പിച്ചുണ്ട്. നിങ്ങൾ എങ്ങനെ സംസാരിക്കണം എന്ത് ആ വാക്യം എന്ന് പറയുന്നു. സ്തോത്രം. അല്ലേ? സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടുവാനുള്ളവരെ പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവേൻ. നോക്കണം, നമ്മൾ എങ്ങനെ സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം. മനസ്സിലായോ? നമ്മളെ കുറിച്ച് അത് പറഞ്ഞിരിക്കുന്നത് സ്വാതന്ത്ര്യത്തിന്റെ ആത്മാവിനാൽ വിധിക്കപ്പെടുവാനുള്ളവർ. നാം ഇന്ന് അടിമനുഖത്തിലല്ല. ക്രിസ്തുയേശുവിന്റെ വചനം കേട്ടുകൊണ്ട് രക്ഷിക്കപ്പെട്ട് വീണ്ടും ജന്മം പ്രാപിച്ച ദൈവത്തിന്റെ പൈതലെ, ആത്മാവിൽ സ്വാതന്ത്ര്യമുള്ളവരാ നമ്മള്. തിരുവചനം ഇങ്ങനെ വിളിച്ചു പറയുന്നു, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുന്നു എന്ന് പറഞ്ഞെങ്കിൽ, പുത്രന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലെ, ആമേൻ, സ്തോത്രം. നമ്മൾ സ്വാതന്ത്ര്യത്തിന്റെ ആത്മാവിനാൽ വിളിക്കപ്പെട്ടവരാകിയാൽ തന്നെ നമുക്കൊരു വിധിയുണ്ടെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ വിധിയെക്കുറിച്ചാണ് റോമാലേഖനം 2:16 പറഞ്ഞിരിക്കുന്നത്. ആ വിധിയിൽ നമ്മളെ സുവിശേഷ പ്രകാരം വിധിക്കുമെന്ന് പറയുമ്പോൾ, അങ്ങനെ സുവിശേഷ പ്രകാരം വിധിക്കപ്പെടുന്ന സമയത്ത് നമ്മൾ വിധിക്കപ്പെടാനുള്ളവരാണെന്ന ബോധ്യത്തോട് നമ്മൾ സംസാരിക്കണം, പ്രവർത്തിക്കണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സുവിശേഷ പ്രകാരം നമ്മളെ വിധിക്കുമ്പോൾ നമ്മൾ ആ വിധിക്ക് നമ്മൾ കീഴ്പ്പെടേണ്ട വ്യക്തികളാണെന്നുള്ള ബോധ്യത്തോട് സംസാരിക്കുവാനും പ്രവർത്തിക്കുവാനും ഇടയായി തീരണമെന്നാണ് ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ പറയുന്നത്. അടുത്ത വിഷയത്തിൽ നമ്മൾ വേഗത്തിൽ വരികയാണ്. കൊലോസ്യർ 2:15 വാക്യം. കൊലോസ്യർ 2:15. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ചയാക്കി വെച്ചു എന്നാണ് തിരുവചനം പറയുന്നത്. യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ എന്താണ് സംഭവിച്ച? അടുത്ത വിഷയം, സാത്താന ശക്തികളെയും അവന്റെ അധികാരങ്ങളെയും അവന്റെ ആയുധവർഗം വെപ്പിച്ച് അവയുടെ മേൽ പരസ്യമായി ജയോത്സവം കൊണ്ടാടി അവയെ കാഴ്ചയാക്കി വെച്ചു. എന്ന് വെച്ചാൽ, കുഞ്ഞെ, നിനക്കെതിരെ ഇന്ന് പിശാച് പോരാട്ടമെന്ന് നീ പറയുന്ന വിഷയങ്ങൾ, അവന്റെ ആയുധങ്ങൾ, അതെല്ലാം ദൈവം ഒരു നാൾ തകർത്ത് കളഞ്ഞതാണ്. ആമേൻ, സ്തോത്രം. കർത്താവ് യേശുക്രിസ്തു ആമേൻ പിശാചിനെയും അവന്റെ ആയുധങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് അവയുടെ മേൽ പരസ്യമായി ജയോത്സവം കൊണ്ടാടി എന്നാണ് കുരിശ് വിളിച്ചു പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം പറയട്ടെ, യേശു ക്രിസ്തുവിന്റെ ക്രൂശിലൂടെ നിനക്ക് സംഭവിക്കുന്ന വിഷയം, സാത്താന്യ മണ്ഡലങ്ങൾ നിന്റെ മുമ്പിൽ തകരപ്പെടും. എന്നാൽ നീ ദൈവത്തെ ആയിരിക്കണം ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത്. വിശ്വാസി ഏറ്റവും കൂടുതൽ ഭയപ്പെട്ട ദൈവത്തെ ആയിരിക്കണം. വിശ്വാസി നെഗറ്റീവ് എനർജി അല്ല, വിശ്വാസി അധർമ്മമൂർത്തിയല്ല, വിശ്വാസി ആമേൻ സ്തോത്ര സാത്താന്യ ശക്തിയല്ല.
കൂടോത്രത്തെ മന്ത്രവാദത്തെ അല്ല വിശ്വാസി ഭയപ്പെടേണ്ടത്, അവൻ ദൈവത്തെ ആയിരിക്കണം. അവൻ ദൈവത്തെ ഭയപ്പെടുവാൻ ഇടയാകുന്നെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവൻ ഇതൊന്നും അവനൊരു ദോഷം വരുത്തുകയില്ല എന്നാണ് ആമേൻ സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകലബലത്തെ ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരും, അവയൊന്നും നിനക്ക് ദോഷം വരുത്തുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം കഥാവായ യേശുക്രിസ്തു നമുക്ക് പ്രോമിസ് നൽകിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം നീ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്ന ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ നിശ്ചയമായും അവ നിനക്ക് ദോഷം വരുത്താതെ വണ്ണം നിന്നെ ശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം, അവൻ്റെ മഹത്വം നിനക്ക് ചുറ്റും തീമന്തല ഇരുന്നുകൊണ്ട് അവൻ നിന്നെ പരിപാലിക്കുവാൻ, അവൻ നിന്നെ ശക്തനാക്കുവാൻ, അവൻ നിന്നെ മതിയായ ദൈവമാണ്. അതുകൊണ്ട് അത്രേ കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ ആമേൻ ധന്യനായ പൗലോസിനെ വിളിച്ചു പറഞ്ഞത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്കറിയാം എന്നെ തല വെട്ടിയെടുക്കുമെന്ന്. എന്നാൽ എനിക്കൊന്നറിയാം, എന്നെ ശക്തനാക്കുന്ന ഒരുവനുണ്ട്, അവൻ മുഖാന്തരം ഞാൻ സകലത്തിലും ജയം പ്രാപിച്ചിരിക്കുന്നു പറയണമെങ്കിൽ ഒരു നാൾ മരണം എന്നെ കൊണ്ടുപോകുമെന്ന് എനിക്കറിയാം. എന്നാൽ മരണത്തെ നോക്കിക്കൊണ്ട് ഹേ മരണം എന്തിന്, ജയം എവിടെ, ഹേ മരണം എന്തിന്, വിഷമുള്ള എവിടെ എന്ന് പറഞ്ഞ ഒരുവൻ ജീവിച്ചിരിക്കുന്നുണ്ട്. ഇന്ന് പകൽക്കാലം വിളിച്ചു പറയട്ടെ, മരണത്തിന് അധിപതിയെ പിശാചിന്റെ തലയെ തകർത്തുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് മൂന്നാം ദിവസം സ്വർഗത്തിലേക്ക് കരേറിയവനായ ആ ദൈവം നമ്മോട് നൽകുന്ന വാഗ്ദത്തം, നീ മരണത്തിന് അധീനനായിരിക്കുവാനല്ല, മരണ ഭയത്തിന് കീഴിലിരിക്കുവാൻ വേണ്ടിയല്ല. എന്റെ ദൈവം നിന്നെ വിടുവിച്ചത് മരണത്തിന് പിടിച്ചു വയ്ക്കാൻ കഴിയാത്ത, മരണപാശങ്ങൾക്ക് അടക്കുവാൻ കഴിയാത്ത യേശു ക്രിസ്തുവിൽ വ്യാപരിച്ച പുനരുത്ഥാനത്തിന്റെ ശക്തി അതിന്റെ മേൽ വ്യാപരിക്കുന്നത് കൊണ്ട് ആ ശക്തിയാൽ നീ ബലം പ്രാപിക്കുവാൻ വേണ്ടിയ സ്വർഗം നിന്നെ അനുഗ്രഹിച്ചത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശിഷ്യരും, ഞാൻ ആ പദമാണ് ഉപയോഗിക്കുന്നത്, വിശ്വാസി എന്ന് പറയുന്നില്ല. കാര്യം കർത്താവ് ആവശ്യപ്പെട്ടത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കൽപ്പന പ്രമാണിക്കുമെന്ന് പറഞ്ഞ കർത്താവ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. നിങ്ങൾ എൻ്റെ ശിഷ്യരായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആമേൻ. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ എൻ്റെ ശിഷ്യരായിരിക്കുവിൻ, എൻ്റെ ശിഷ്യരാകുമെന്നൊക്കെ വളരെ പഠിപ്പിക്കുവിൻ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ശിഷ്യ എന്ന പദത്തിൽ നിന്നുകൊണ്ട് പറയട്ടെ, കേവലം പേരുകൊണ്ട് അവൻ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഒരു ആൾക്കൂട്ടത്തിൽ അറിയപ്പെടുന്ന കേവലം ഒരു വിശ്വാസി എന്ന തലത്തിൽ നിന്നും ഒരു ശിഷ്യൻ്റെ തലത്തിലേക്ക് മാറുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയായിത്തീരണം. കഴിഞ്ഞ നാളുകളിൽ വളരെ വിശദമായി തന്നെ ശിഷ്യത്വം എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ ഇടയായിട്ടുള്ള വസ്തുത നിങ്ങൾ മറന്നു പോകരുത്. അവൻ ശിഷ്യനും പ്രൈസ് ദി ലോർഡ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം, പ്രിയപ്പെട്ടവരെ, 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു താൻ അനുഭവിച്ച കഷ്ട അനുഭവങ്ങൾ, താൻ അനുഭവിച്ച ക്രൂശ് മരണം, ആ ക്രൂശ് മരണവും ഈ 2000 കൊല്ലങ്ങൾക്ക് ശേഷം ഇന്ന് എൻ്റെ വചനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, എൻ്റെ ശബ്ദത്തെ കേട്ടുകൊണ്ടിരിക്കുന്ന ഞാനും ആ ക്രൂശ് മരണം തമ്മിൽ എന്താണ് ബന്ധമുള്ളത്? വിശുദ്ധ വചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം, വായിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. വായിക്കാൻ അറിയാവുന്ന എല്ലാ കുഞ്ഞുങ്ങൾ, അവൻ മുതിർന്നവർ എല്ലാവരും വായിക്കേണ്ട വേദഭാഗമാണ് റോമാലേഖനം 6-ാം അധ്യായം 6-ാമത്തെ വാക്യം. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. നോക്കണം, ദൈവസഭയോട് വിളിച്ചു പറയുകയാണ്, കുഞ്ഞേ, നീ അവനോടുകൂടെ ക്രൂശിക്കപ്പെടണമെന്ന്, നീ അവനോടുകൂടെ ക്രൂശിക്കപ്പെടണമെന്നാ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ആമേൻ. ഇത് എന്നോടും നിങ്ങളോടും പറഞ്ഞിരിക്കുന്ന എക്കാലത്തെയും കർത്താവിന്റെ വരെ താമസമെങ്കിൽ അവൻ എക്കാലത്തെയും വിശ്വാസികളോട് പറഞ്ഞിരിക്കുന്ന ഒരു ഉപദേശമാകുന്നു, നാം അവനോടുകൂടെ ക്രൂശിക്കപ്പെടണമെന്നുള്ള വസ്തുത. അവൻ അതിന്റെ 8-ാമത്തെ വാക്യം ദയവായി വായിച്ചാട്ട്. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ, നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ എന്ന് വെച്ചാൽ ക്രൂശിക്കപ്പെട്ടുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നു. അവനോടുകൂടെ ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നു. നോക്കണം, ആരാണ് ജീവിക്കുന്നത്? മരിച്ചാലും ആമേൻ, സ്തോത്രം. ആര് ജീവിക്കും? വേദപുസ്തകം വിളിച്ചു പറയുന്നു, ദയവായി ശ്രദ്ധയോട് കേൾക്കണം, നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചവർ മാത്രമേ അവനോടുകൂടെ ജീവിക്കത്തുള്ളൂ. കുഞ്ഞെ, നീ ക്രിസ്തുവിനോടുകൂടെ മരിക്കുന്നില്ല എങ്കിൽ, നീ എത്ര കാലം പെന്തക്കോസ്തിന്റെ പേരുള്ള വ്യക്തിയാണെങ്കിലും, ഏതെങ്കിലും സഭയിൽ നിന്റെ പേരുണ്ടെങ്കിലും, അതൊന്നും നിന്നെ രക്ഷിക്കുവാൻ പര്യാപ്തമായി തീരത്തില്ല. അയ്യോ, നീ പാപ സംബന്ധമായി ക്രിസ്തുവിനോടുകൂടെ മരിച്ചേ മതിയാകത്തുള്ളൂ. ആത്മീയ സംഘടനകളിൽ നിനക്ക് ഭാരവാഹിത്വം നിനക്ക് കാണുമായിരിക്കും, ലോകത്ത് അറിയപ്പെടുന്ന വ്യക്തിയായിരിക്കും നീ. ഹേ മനുഷ്യ, നീ ഇതൊക്കെ പ്രാപിച്ചിട്ടും നീ ക്രിസ്തുവിനോടുകൂടെ മരിച്ചില്ല എങ്കിൽ നിന്റെ ജീവിതം കൊണ്ട് വൃഥ, യാതൊരു ഫലവുമില്ല എന്ന് നീ മനസ്സിലാക്കണം. തിരുവചനം ഇങ്ങനെ വിളിച്ചു പറയാണ്,
അതിന്റെ 8ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചു കേൾപ്പിക്കാം. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കും എന്ന് വിശ്വസിക്കുന്നു. ദൈവസഭയുടെ വിശ്വാസമാ. എന്താ വിശ്വാസം? ദൈവത്തിലെ വിശ്വാസമാ. ഹല്ലേലൂയ. ഞാൻ ജീവിക്കുന്നതോടെ നിങ്ങളും ജീവിക്കുമെന്ന് യേശു കർത്താവ് പറഞ്ഞെങ്കിൽ എങ്ങനാ കുഞ്ഞ് നീ ജീവിക്കുന്നത്? ഹല്ലേലൂയ, സ്തോത്രം. നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ, പ്രിയ വിശ്വാസിയെ, പ്രിയ സഹോദര സഹോദരി, നീ അവനോടുകൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നീ മെസ്സേജ് കേൾക്കാൻ താല്പര്യപ്പെടുന്നുണ്ടോ? നിന്റെ ഹൃദയം തുറക്കാൻ നീ താല്പര്യപ്പെടുന്നുണ്ടോ? നീ അവനോടുകൂടെ ജീവിക്കാൻ ആഗ്രഹിച്ചാണ് ഇന്ന് ജീവിക്കുന്നതെങ്കിൽ ദയവായി സന്ദേശം നീ കേൾക്കാതെ പോകരുത്. ഹല്ലേലൂയ. ഇതിനോട് ചേർന്ന് 2 തിമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് വന്നാട്ട്. ഹല്ലേലൂയ, സ്തോത്രം. 2-ാം അധ്യായം 11-ാമത്തെ വേദഭാഗം ദയവായി ഒന്ന് വായിച്ചാട്ടെ. നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും, നാം തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മെയും തള്ളിപ്പറയും. ഈ 2 ഭാഗങ്ങളിൽ ആവർത്തിച്ച് പറയുന്ന വസ്തുത, നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്നാ പറഞ്ഞിരിക്കുന്നത്. അവനോടുകൂടെ മരിക്കാത്ത ആർക്കും അവനോടുകൂടെ ജീവിക്കാൻ കഴിയത്തില്ലെന്ന് ഈ 2 വാക്യങ്ങളിൽ ആവർത്തിച്ച് ഉറപ്പിച്ച് പറയുമ്പോൾ, പിന്നെയും ഇനിയും നമ്മോട് ആരാ വന്ന് പറയേണ്ടത്? ഇനി നമ്മുടെ ദൈവം തന്നെ വന്ന് പറയണോ? ഇനി നമ്മുടെ ദൈവത്തിന്റെ ദൂതൻ വന്ന് പറയണോ ഈ വിഷയം സംബന്ധിച്ച്? ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽക്കാലം കേട്ട് മാനസാന്തരപ്പെടുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയായി തീരുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി നമ്മൾ എങ്ങനെ മരിക്കണം, ഹല്ലേലൂയ, എന്ന വിഷയത്തിൽ നമ്മൾ വരികയാണ്. അതിനു മുമ്പ് ഒരു ഭാഗം കൂടെ പറഞ്ഞു പോകാം. റോമാലേഖനം 6-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വേദഭാഗം ഒന്ന് വായിച്ചേ. അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു. അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്നും, സഹോദര, ഔവണ്ണം നീയും, സഹോദരി, ഔവണ്ണം നീയും പാപസംബന്ധമായി മരിച്ചവർ എന്നും, മരിച്ചവനായിരിക്കണം. ആമേൻ. പാപത്തിന് മുമ്പിൽ മരിക്കാത്ത നിനക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും? ഹല്ലേലൂയ. അവണ്ണം നിങ്ങൾ പാപസംബന്ധമായി മരിച്ചവനായിരിക്കണമെന്നാ പറഞ്ഞത്. സഹോദരൻ, നിന്റെ ജീവിതം എങ്ങനെയാ? സഹോദരി, നിന്റെ രഹസ്യ ജീവിതം എങ്ങനെയാ? നിന്റെ ചിന്താമണ്ഡലം എങ്ങനെയാ? നിന്റെ ആറ്റിറ്റ്യൂഡ് എന്താ? പാപത്തെ, അധർമ്മത്തെ കൊടികുത്തി വാഴുന്ന ഒരു അനുഭവമാണ് നിന്റെ ഹൃദയത്തിനകത്ത് ഇന്നുമുള്ളത്. അയ്യോ, പുറമേ നോക്കിയാൽ ദൈവത്തിന്റെ പൈതൽ നിനക്ക് പേരുണ്ടെങ്കിലും അകം കൊണ്ട് നീ പാപത്തോട് ചേർന്ന് ജീവിക്കുന്ന പാപത്തോട് ചേർന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിനക്ക് പേര് മാത്രമേ ഉള്ളൂ. ദൈവജനം പറയുക, ഞാൻ നിന്നെ വായിൽ നിന്ന് ഉമിണ്ണുകളയും. ഹല്ലേലൂയ. തമ്പുരാൻ, ആമേൻ, ഹല്ലേലൂയ, അവന്റെ വായിൽ നിന്നെ ഉമിണ്ണുകളയാതിരിക്കണമെങ്കിൽ നീ പാപത്തിന് മരിക്കാൻ ഇടയാകണം. അടുത്ത വാക്യ ശ്രദ്ധയോട് കേൾക്കണം. ആമേൻ. റോമാലേഖനം 6-ാം അധ്യായം അതിന്റെ 2 മുതലുള്ള വേദഭാഗങ്ങൾ ആമേൻ നിർത്തി വായിച്ചു കേൾപ്പിക്കും. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല യേശു ക്രിസ്തുവിനോട് ചേരുവാൻ. നോക്കണം, ഇനി ആ പദം ശ്രദ്ധിക്കണം. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ. കുഞ്ഞേ, യേശുവിന്റെ മരണത്തിൽ നീ എങ്ങനെ പങ്കാളിയായി തീരുന്നത്? യേശുവിന്റെ മരണത്തോടുകൂടെ നീ എങ്ങനെ ചേരുന്നത്? വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത് നാം യേശു ക്രിസ്തുവിനോട് ചേരുന്നത് ആമേൻ, സ്തോത്രം, വിശ്വാസ സ്നാനത്തിലൂടെയാണ്. സ്നാനം എക്കാലത്ത് വേണം, എപ്പോ വേണം എന്നൊക്കെയുള്ള സംശയങ്ങൾ കിടപ്പുണ്ട്. വേദപുസ്തകം പഠിക്കുമ്പോൾ നാം കാണുന്നുണ്ട്, വിശുദ്ധിക്ക് സ്നാനമേൽക്കുകയും ചെയ്തവൻ രക്ഷിക്കപ്പെടുമെന്നാണ്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകത്തിൽ ആമേൻ, സ്തോത്രം, ആമേൻ, ഫിലിപ്പോസ് ഷണ്ണനായ എത്യോപ്യ രാജ്ഞിയുടെ മന്ത്രിയോട് പറഞ്ഞൊരു ഭാഗമുണ്ട്, നീ പൂർണ്ണ ഹൃദയത്തോട് വിശ്വസിക്കുന്നെങ്കിൽ ആകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വിശ്വസിക്കാൻ പ്രായമുള്ളപ്പോൾ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, എനിക്ക് വേണ്ടി അടക്കപ്പെട്ടു, എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അവൻ എന്നെ നീതീകരിപ്പാനായി സ്വർഗത്തിൽ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുവാൻ പ്രായമാകുമ്പോൾ ആ ബോധ്യത്തോടു കൂടിയാണ് നീ സ്നാനമേൽക്കേണ്ടത്. ഹല്ലേലൂയ. വേദപുസ്തകം പഠിപ്പിക്കുന്നത് ശിശു സ്നാനമല്ല, വേദപുസ്തകം പഠിപ്പിക്കുന്നത് മുതിർന്ന സ്നാനമല്ല, വേദപുസ്തകം പഠിപ്പിക്കുന്നത് വിശ്വാസ സ്നാനം മാത്രമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ സ്നാനത്തിലൂടെ സംഭവിക്കുന്ന വിഷയം യേശു ക്രിസ്തുവിന്റെ കുരിശുമരണത്തോട് അവൻ ചേരുകയാണ്.
അയ്യോ സ്നാനപ്പെട്ട നീ യേശുവിനോട് ചേർന്നിരിക്കുകയാണെന്ന് ബോധ്യം ഇന്ന് പകൽക്കാലം ഉണ്ടായിരിക്കട്ടെ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ യേശുവിനോട് ചേരുന്നത്? സ്തോത്രം. എന്തിവിടെ പറഞ്ഞിരിക്കുന്നത്? മൂന്നാമത്തെ വാക്യം, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നീ അവന്റെ മരണത്തിൽ പങ്കാളിയാകുവാൻ വേണ്ടിയാണ് വിശ്വാസ സ്നാനം സ്വീകരിക്കുന്നത്. യേശുവിന്റെ മരണത്തിൽ പങ്കാളിയായി തീരുവാനും. നമ്മൾ വായിച്ച വാക്യത്തിൽ ഇങ്ങനെ വായിച്ചില്ലയോ? 6-ാമത്തെ വാക്യം 8-ാമത്തെ വാക്യം വായിച്ചില്ലയോ? എന്താ പറഞ്ഞിരിക്കുന്നത്? അവനോടുകൂടെ മരിച്ചുവെങ്കിൽ ഞാൻ ജീവിക്കുമെന്ന്. കുഞ്ഞ, നീ ജീവിക്കാൻ ഇടയായി തീരണമെങ്കിൽ നീ അവനോടുകൂടെ മരിക്കണം. അവനോടുകൂടെ മരിക്കുന്ന ഒരു വിശ്വാസി അവനോടുകൂടെ മരിക്കുന്നതിന് ദൈവം വെച്ച വ്യവസ്ഥയാണ് വിശ്വാസ സ്നാനം. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ മരിക്കുകയാണ്. അടുത്ത വാക്യം, അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെടുക. നോക്കണം, സ്നാനപ്പെട്ടപ്പോൾ ഇതിനെക്കുറിച്ച് വ്യക്തമായി തിരിച്ചറിവൊന്നുമില്ലെങ്കിലും ഇന്ന് പകൽക്കാലം വചനം കേട്ടെങ്കിലും വ്യക്തമായി തിരിച്ചറിഞ്ഞോണം. നീ സ്നാനക്കുളത്തിലിറങ്ങി, സ്നാന വെള്ളത്തിലിറങ്ങി, അവൻ ദൈവസന്നിധിയിൽ നീ സ്നാനമേൽക്കുവാൻ വേണ്ടി നിന്നെ തന്നെ സമർപ്പിച്ചു കൊടുത്തപ്പോൾ ആ സ്നാനജലത്തിൽ നീ എന്താ സംഭവിച്ചറിയോ? പാപത്തിന്റെ പഴയ മനുഷ്യനെ അവനോടുകൂടെ ക്രൂശിക്കുകയായിരുന്നു, അവനോടുകൂടെ കുഴിച്ചിടുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ചുമ്മാതെ ഏറ്റ സ്നാനം. അന്ന് ചുമ്മാ ഇളക്കപ്പരപ്പത്തിൽ ചാടിയായിരിക്കും സ്നാനപ്പെട്ടത്. എന്നാൽ ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാലം പഠിക്കാൻ ഇടയാകുന്നെങ്കിൽ, ദൈവത്തിന്റെ വചനം ശ്രവിക്കാൻ ഇടയാകുന്നെങ്കിൽ നീ ഏറ്റ സ്നാനത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കണം. കുഞ്ഞെ, നീ സ്നാനപ്പെട്ടപ്പോൾ പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ അവനോടുകൂടെ ആ സ്നാനജലത്തിൽ കുഴിച്ചിടുകയായിരുന്നു. അടുത്തത് ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ എന്ന് പറയുകയാണ്. ഇനി കൊലോസ്യ ലേഖനത്തിൽ വന്നിട്ട് കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 12-ാമത്തെ വാക്യം. കൊലോസ്യർ 2:12. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും. നോക്കണം, ആരെ അടക്കുന്നത്? ജീവിച്ചിരിക്കുന്ന ആരെങ്കിലും അടക്കോ? സ്നാനത്തിൽ എന്തോ സംഭവിക്കുന്നത്? എന്താ സംഭവിച്ചത്? സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും. അവനോടുകൂടെ അടക്കപ്പെട്ടത് എന്തോ അടക്കിയത്? പാപം നിറഞ്ഞ പഴയ മനുഷ്യൻ. മാനസാന്തരപ്പെടാതെ ആരും സ്നാനപ്പെടരുത്. മാനസാന്തരപ്പെട്ടവർ മാത്രമായിരിക്കണം സ്നാനപ്പെടേണ്ടത്. മാനസാന്തരപ്പെട്ടപ്പോൾ പാപം നിറഞ്ഞ പഴയ മനുഷ്യൻ അതെവിടെങ്കിലും കൊണ്ട് ആ ഡെഡ് ബോഡി കളയണ്ടേ? ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അതിരുന്ന് ചീഞ്ഞ് വീർത്ത് നാറ്റം വയ്ക്കും, ഇല്ലേ? നിന്റെ പാപം നിറഞ്ഞ പഴയ മനുഷ്യൻ നിന്നിൽ തന്നെ കടന്നാലുണ്ടല്ലോ, അത് നാറ്റം വയ്ക്കുവാൻ ഇടയായി തീരുന്നത് കൊണ്ട് എന്റെ ദൈവം വെച്ച ഒരു വ്യവസ്ഥയാണ് സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയാണ് എന്ന വസ്തുത. അവനോടുകൂടെ ക്രൂശിച്ചവരെ അവനോടുകൂടെ അടക്കുകയാണ്. അവിടെ നിന്ന് ഉയർക്കുന്നത് ജീവന്റെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിച്ച പുതിയ മനുഷ്യനെ ധരിച്ചുകൊണ്ടാണ്. ഹല്ലേലൂയ. വേദപുസ്തകം വിളിച്ചു പറഞ്ഞത് 1 പത്രോസ് ലേഖനം 3-ാം അധ്യായം 21-ാമത്തെ വേദഭാഗം വായിക്കുമ്പോൾ ആമേൻ സ്തോത്രം ഇങ്ങനെ പറഞ്ഞ അവന്റെ അവസാന വാക്യത്തിന്റെ അവസാന ഭാഗം പറയുകയാണ്, ഇത് ദൈവത്തോട് ചേരുവാൻ നല്ല മനസ്സാക്ഷി നിമിത്തം നാം കഴിക്കുന്ന അപേക്ഷയാകുന്നു പറഞ്ഞിട്ട് പറയുന്നത്, ഇത് നമ്മെ അവന്റെ പുനരുത്ഥാനത്തെ നമ്മെ രക്ഷിക്കുമെന്നാണ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ലോർഡ് ജീസസ്. ദൈവത്തോട് നല്ല മനസാക്ഷിക്കായുള്ള അപേക്ഷയായിട്ട് അത്രേ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ നമ്മയും രക്ഷിക്കുന്നു. സ്നാനപ്പെടുന്നത് ഒരു വ്യക്തി ദൈവത്തോട് കഴിക്കുന്ന അപേക്ഷയാ. സ്നാനത്തെ കുറിച്ച് ആ വാക്യം പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അവസാന വാക്യം മാത്രമാണ് ഞാൻ ഇപ്പൊ എടുത്തത്. അവൻ ദൈവത്തോട് കഴിക്കുന്ന നല്ല അപേക്ഷയാ. ആ അപേക്ഷ എന്തിനാ? അപേക്ഷ കഴിക്കുന്നുണ്ട് എന്താ പ്രയോജനം? വേദപുസ്തകം പറയുക, പുനരുത്ഥാനത്തിന്റെ നാളിൽ രക്ഷിക്കുന്നു, നിന്നെ രക്ഷിക്കുവാൻ ഉതകുമെന്ന്. നീ ജീവൻ പ്രാപിച്ചു നീ പ്രാക്കളെ പോലെ പറന്നുയരണമെങ്കിൽ
വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു മധ്യാകാശത്തിൽ ദൈവത്തിൻ്റെ ദൂതന്മാരുമായി അവൻ സ്തോത്രം സ്വർഗം തുറന്നുകൊണ്ട് അവൻ താമി ഈ ബാലലി മധ്യാകാശത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഇവിടെ നിന്ന് വിശുദ്ധന്മാരും വിശുദ്ധ മതികളും എടുക്കപ്പെടുമ്പോൾ അവൻ സ്തോത്രം ഹാലലിയ അവൻ്റെ വരവിനെ കാത്തിരുന്ന് ഹാലലിയ അവനെ ഘോഷിക്കുന്ന അവന് വേണ്ടി പാട്ടുപാടുന്ന നീയും ഞാനും എടുക്കപ്പെടുന്നില്ലെങ്കിൽ അത് എത്രയോ കഷ്ടമാ. അത് എടുക്കപ്പെടണമെങ്കിൽ വിശുദ്ധ വേദപുസ്തകം വിളിച്ചു പറയുക, ഞാൻ എൻ്റെ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കാൻ ഇടയാകണം. അവൻ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാൻ ഇടയാകുന്നെങ്കിൽ തിരുവചനം വ്യക്തമായി വിളിച്ചു പറഞ്ഞത് അത് അവന്റെ പുനരുത്ഥാനത്തിൽ നമ്മെ രക്ഷിക്കുവാൻ ഉതകുന്നതാണെങ്കിൽ ഇന്ന് പകൽക്കാല കുഞ്ഞേ, നീ എന്താ സ്നാനപ്പെടുന്നത്? നീ തടസ്സമായിട്ടുള്ളത് യേശു നിനക്ക് വേണ്ടി മരിച്ചു, യേശു നിനക്ക് വേണ്ടി അടക്കപ്പെട്ടു, യേശു നിനക്ക് വേണ്ടി തിരുവെഴുത്തിൽ പ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ ദൈവത്തിന്റെ വചനം വ്യക്തമായി വിളിച്ചു പറയുമ്പോൾ ആ വചനം കേട്ട് അത് വിശ്വസിച്ച് അത് ഏറ്റെടുത്ത് അവന്റെ കുരിശുമരണത്തോട് താതാത്മ്യം പ്രാപിക്കുവാൻ ഒറ്റ വ്യവസ്ഥയേ ഉള്ളൂ എന്ന് ദൈവം തന്റെ സഭയോട് പറഞ്ഞെങ്കിൽ അതിനെ കേട്ടേറ്റെടുക്കുവാൻ, അതിനെ അനുസരിക്കുവാൻ ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിനിടയായി തീരുമാറാകട്ടെ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ കണ്ണുകളെ നമുക്കൊരു നിമിഷം അടയ്ക്കാൻ പോകുകയാണ്. വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ വചനം കഴിഞ്ഞ 4 ആഴ്ചകളായി യേശു ക്രിസ്തുവിന്റെ കുരിശുമരണത്തെക്കുറിച്ച് നാം പറഞ്ഞുകൊണ്ടേയിരുന്നു. യേശു ക്രിസ്തുവിന്റെ കുരിശുമരണത്തെക്കുറിച്ച് നാം ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു കർത്താവ് നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നമുക്ക് വേണ്ടി പീഡനമേറ്റും, നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടവനായിത്തീരുന്നു ഇത്യാദി കാര്യങ്ങൾ നമുക്ക് കാണുവാനിടയായിരുന്നു. അവൻ 1 കുറയെ 40 അടി 39 അടി അവൻ ഏറ്റു. ചാട്ടവാറിനാൽ അടിക്കപ്പെട്ടു, അവൻ തകർക്കപ്പെട്ടു, അവൻ ഹാലലിയ നിന്ദിക്കപ്പെട്ടു. അവൻ സ്തോത്രം അവൻ്റെ മുഖത്ത് സ്തോത്രം കാർക്കിച്ചു തുപ്പി, അവൻ്റെ തലയിൽ മുൾമുടി വെച്ച് അവൻ്റെ മുൾമുടിയിലേക്ക് അവൻ സ്തോത്രം കോലുകൊണ്ട് അവനെ ശത്രുക്കൾ അടിച്ചു. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ ദേഹം, യേശുവിൻ്റെ ശരീരം കാണുവാൻ തക്കവണ്ണം ഒരു സൗന്ദര്യമില്ലാതെ വണ്ണം അവൻ്റെ ശരീരം മുഴുവനായി രക്തം ധാരധാരിയായി ചീന്തി. അവൻ കാലുവരിയിലെ കൊലമരത്തിൽ കിടക്കുമ്പോഴും അവൻ അവസാന തുള്ളി രക്തം വരെ ചീന്തി. അവൻ പ്രൈസ് ദി ലോർഡ് അവനെ കുത്തിയ അവൻ സ്തോത്ര പടയാളി കണ്ടത് അവൻ്റെ ശരീരത്തിൽ നിന്ന് രക്തവും ചോരയും ധാരധാരയും ഒഴുകി. അയ്യോ, ഇവൻ എന്തിന് നമുക്ക് വേണ്ടി മരിച്ചു? ഒറ്റ കാര്യമേ ഉള്ളൂ, അവൻ നമ്മെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് കാൽവറിയിൽ പരമയാഗമായി തന്നത്. നീ അത് വിശ്വസിക്കാൻ ഇടയാകുന്നെങ്കിൽ, യേശു ക്രിസ്തുവിന്റെ കുരിശുമരണത്തിൽ വിശ്വസിക്കാൻ ഇടയാകുന്നെങ്കിൽ, കർത്താവിന്റെ കൽപ്പനയാകുന്ന സ്നാനം ഏറ്റുകൊണ്ട് കർത്താവിനോട് ചേരുവാൻ ഇടയാകുന്നെങ്കിൽ, അവൻ സ്തോത്രം കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ പറയട്ടെ, അവൻ വിശ്വാസ സ്നാനം സ്വീകരിപ്പാൻ ഇടയാകുന്നെങ്കിൽ അതിനെ രക്ഷയിലേക്ക് വഴി നിർത്താൻ ഇടയായിത്തീരും. നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധ്യമായിട്ടുണ്ടെങ്കിൽ നമ്മി കരം ഉയർത്തിപ്പിടിച്ച് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്താട്ട്. ഇതിനകത്ത് സ്നാനപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇതിനകത്ത് വിശ്വാസ സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, യേശുവിനോട് ചേരുവാൻ ഒറ്റ വ്യവസ്ഥയേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവിന്റെ കുരിശുമരണമാണ്. ആ ക്രൂശുമരണത്തോട് നാമും ബന്ധിക്കപ്പെടണമെന്ന തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടവരായി നമ്മൾ മാറണം. അവനോട് കൂടി ക്രൂശിക്കപ്പെട്ടവരായി മാറുവാൻ നമ്മെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് ദൈവസ്ഥാനി കണ്ണുകളടയ്ക്കാം, തലകളെ ദൈവസ്ഥാനി വണക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നവരായി തീരാം.